എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റപ്പാലത്ത് കള്ളന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്ന ഒരു കള്ളനായിരുന്നു ചാട്ടവാർ ചാമി. ചാട്ടവാർ ചാമി ഒറ്റപ്പാലത്ത് എന്ത് മോഷണം നടന്നാലും ചാട്ടവാർ ചാമീനെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കും. ചാട്ടവാർ ചാമി അപ്പൊ തന്നെ കുറ്റം സമ്മതിക്കും. അപ്പൊ ചാട്ടവാർ ചാമി അങ്ങനെ ഒരു 40-45 വയസ്സായപ്പോ ഇടികൊണ്ട് ചത്തുപോയി, മരിച്ചുപോയി. അപ്പൊ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒറ്റപ്പാലത്ത് മോഷണങ്ങൾ നടന്നു. അപ്പൊ ചാമി ഏൽക്കാൻ ചാമിയില്ല. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ചാട്ടാർ ചാമിയുടെ മകൻ ഉണ്ണി പാവം വിറകൊക്കെ വെട്ടി അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയെ നോക്കിയപ്പോൾ പോലീസുകാരുടെ തലയുടെ മീതെ ഒരു ബൾബ് കത്തി. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഉണ്ണി കള്ളനായി. ഉണ്ണിയെ നാട്ടുകാർ ചാട്ടവാർ ഉണ്ണി എന്ന് വിളിച്ചു. അപ്പൊ ഉണ്ണി നമ്മുടെ വീട്ടിലൊക്കെ വിറക് വെട്ടാനൊക്കെ വരും. അപ്പൊ ആകെ അപ്പൻ നമ്മടുത്ത് വിളിച്ചു പറയും, ആ ഉണ്ണി വിറക് വെട്ടാൻ വരുന്നുണ്ട്, ആ പുറത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളാൻ പറയും. അത്രയേ ഉള്ളൂ പ്രിക്കോഷൻ. അപ്പൊ അത്തരം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മീശമാധവന്റെ പ്രചോദനം ശരിക്ക് ചാട്ടവാർ ഉണ്ണിയാണ്.